ഗൈസ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? പിന്നെ നമ്മൾ കുറേ ആയി ഈ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ കരുതി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രീവിലുള്ള ഒരു ഗാർഡൻ സ്റ്റോറിലാണ്. മുമ്പ് ഒരു തവണ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് സമ്മർ സമയത്തൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കുറേ ചെടിയൊക്കെ വാങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ വിൻ്ററിൻ്റെ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അന്ന് വന്നപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് തരം ചെടികളും ഉണ്ടായിരുന്നു. പക്ഷേ വിൻ്റർ സീസൺ ആകുമ്പോഴേക്ക് ചെടികളൊക്കെ കുറഞ്ഞു വരും. പിന്നെ ഇപ്പോൾ അധികം കാണുന്നത് ഈ നമ്മുടെ നാട്ടിലെ ജമന്തി പൂക്കളില്ലേ, അതിഷ്ടം പോലെ പല കളറിലുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പല കളറും കാണുന്നത്. പിന്നെ നമുക്കിപ്പോൾ വേണ്ടത് ഒരു റോസാ ചെടിയാണ്. വീട്ടിൽ റോസാ ചെടി ഇല്ല. അപ്പോൾ ഞാൻ കരുതി ഈ വൈൻ റോസുകൾ ഉണ്ടല്ലോ, പടർന്ന് ഇങ്ങനെ ചുമരിലൊക്കെ കയറുന്ന, നിറച്ച് പൂക്കുന്ന, അപ്പം അത് വാങ്ങാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വന്നത്. പിന്നെ ഒന്ന് രണ്ട് ഗാർഡനിലേക്കുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങണം. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് നല്ല ചെടി കിട്ടുമോ നോക്കട്ടെ. ഈ പൂവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ജമന്തി പൂക്കളാണ്. പക്ഷെ ഇവിടെ പല കളേഴ്സും കാണാം. നാട്ടിൽ പക്ഷെ ഞാൻ ഈ ഒരു ബ്രൗൺ കളറൊന്നും കണ്ടിട്ടില്ല. വെള്ള, മഞ്ഞൊക്കെ അധികം നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് ഓണസമയത്തൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ കുഞ്ഞ് തണുപ്പുള്ള ഒരു സമയമായതുകൊണ്ട് അത് ഒത്തിരി വിരിയുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇനി അടുത്ത വരുന്ന മെയിൻ സെലിബ്രേഷൻ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും ക്രിസ്മസിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തി തുടങ്ങി. ഇവിടെ ഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്ത് തുടങ്ങിയില്ല. സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഏത് കടയിൽ പോയി കഴിഞ്ഞാലും മുഴുവൻ ക്രിസ്മസ് തീമായിരിക്കും.
ഈ ഏരിയ നിറയെ നല്ല ഭംഗിയുള്ള ട്രോപ്പിക്കൽ പ്ലാന്റ്സ് നമുക്ക് കിട്ടും. എന്ത് രസമാണ് കാണാൻ, പലതരം. ഇതിൽ കുറേയൊക്കെ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ചെടികളുണ്ട്. ഇത് ഞാൻ കാണാത്ത ടൈപ്പ് ഒരു ചെടിയാണ്. നല്ല കട്ടിയുള്ള ഇലകളൊക്കെ ആയിട്ട് ക്യൂട്ട് ചെടി. അപ്പം നമുക്കിത് ഒരെണ്ണം എടുക്കാം. പിന്നെ നല്ല രസമായിട്ട് ഇവിടെ വാഴ, ചേമ്പ് ഇതൊക്കെ ഇവർ അലങ്കാരത്തിന് വെക്കുന്നതാണ്. കാരണം ഇവിടെ അതൊന്നും കായ്ക്കാൻ സാധ്യത ഇല്ല, തണുപ്പല്ലേ. അപ്പോൾ അവരത് ചെടി പോലെ വീടുകളിൽ വെക്കും. ഡാനിഷുകാർ പൊതുവെ ഗാർഡനിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. വീടുകളിൽ ഇവിടെ നമ്മൾ പോകുമ്പോഴൊക്കെ കാണാം എല്ലാവരുടെ വീടുകളിലും നല്ല ഗാർഡനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം മിക്കവാറും ഗാർഡനിലെ പരിപാടികളെല്ലാം എല്ലാവരും സ്വന്തമായിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളത്. മിക്കവാറും ഫാമിലി ആയിട്ട് അതെല്ലാവരും കൂടി ഒരു ആക്ടിവിറ്റി ആയിട്ട് ഫാമിലിയും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. പിന്നെ വേറെയുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ലേബർ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. വേറെ ആരെങ്കിലും വിളിച്ചാൽ പണി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പം അതൊരു റീസൺ ആണെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം കണ്ടു. പിന്നെ ഇനി ഔട്ട്ഡോർ പ്ലാന്റ്സും ഫ്രൂട്ട്സിൻ്റെ ഒത്തിരി മരങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമുക്കിവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം.
റോസ് ഗാർഡനിലെത്തി. ഞാൻ അന്വേഷിച്ച് കിടക്കുന്ന റോസാ ചെടി അവസാനം ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് നല്ല വൈൻസ് ഉണ്ടായിട്ട് അതിൽ ചുവന്ന റോസാപ്പൂക്കൾ. ഇത് നമുക്ക് ചുമരിൽ പടർത്താം, എൻട്രൻസിലൊക്കെ വലിയ ആർച്ച് വെച്ച് പടർത്താനൊക്കെ പറ്റും. ആൻഡ് ഐ എം സോ ഹാപ്പി. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ബോൺസായി ചെടികൾ ഇഷ്ടമാണോ? പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബോൺസായി ചെടികളുടെ ഒരു ഏരിയയാണ്. കണ്ടോ, പലതരത്തിലുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ബോൺസായി ആക്കിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വലിയ ഒലിവ് മരങ്ങൾ വലിയ പാത്രത്തിലൊക്കെ വെച്ചിട്ടുള്ളത്. അത് നല്ല ഭംഗിയാട്ടോ കാണാനും. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാമൊക്കെ വാങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഒത്തിരി സാധനമൊന്നും വാങ്ങാനില്ല. മെയിനായിട്ട് ഞാൻ ഈ റോസ തിരഞ്ഞാണ് വന്നത്. പിന്നെ 1-2 ഗാർഡൻ ഐറ്റംസും ടൂൾസൊക്കെ പോലത്തെ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ല് പേ ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഓർമ്മ ഉണ്ടോ? ഇതൊക്കെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല. പണ്ടൊക്കെ മതിലിന് പകരം ഇതൊക്കെ വെച്ചല്ലേ നമ്മൾ പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് അടുത്ത ആഴ്ച ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ, ടേക്ക് കെയർ. ബൈ ബൈ, സീ യു അഗെയിൻ.